ഇന്ന് നമുക്ക് ഒരു കടച്ചക്കത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴും തോരനിൽ ചെയ്യണത് പോലെ തന്നെ കുറച്ച് ചോറ് വയ്ക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കടച്ചക്ക നല്ല മൂത്ത കടച്ചക്കയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ വാടിയതൊന്നുമല്ല, നല്ല മൂത്ത കടച്ചക്ക ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, ആവിയിൽ തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടച്ചക്ക വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. കടച്ചക്ക മെഴുക്ക് വരട്ടി, കടച്ചക്ക തോരൻ, കടച്ചക്ക ബജ്ജി, അതേപോലെ തന്നെ കടച്ചക്ക മസാല, തീയൽ, സാമ്പാർ, അങ്ങനെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം അല്ലേ. നല്ല ടേസ്റ്റാണ്. നല്ല മൂത്ത കടച്ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2-3 പീസ് ചുവന്നുള്ളി, അതുപോലെ 2 അതല്ല കറിവേപ്പിലയും, ഒരു പിടി നാളികേരവും കൂടി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് നാളികേരം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. വീഡിയോ ഇടാനും ഒന്നിനും പറ്റിയിട്ടില്ല. അതുപോലെ സാമ്പാർ പൊടിയുടെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും ഓർഡർ തന്നേക്കണവർക്കൊക്കെ നാളത്തേക്ക് ഞാൻ സാമ്പാർ പൊടിയൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ആ കടച്ചക്കയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടേ ആ നടുക്ക് നമ്മൾ അരപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ ആ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കടച്ചക്കയൊക്കെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.